നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങളൊരു കള്ളം വിശ്വസിച്ചു പോകും. നിങ്ങളൊഴികെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും യാത്രകൾ ചെയ്യുകയാണ്. മിനിമം തായ്ലൻഡോ മലേഷ്യയോ ലക്ഷദ്വീപോ വിയറ്റ്നാമോ പോയില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളതല്ലേ? ശരിയാണ്, കേരളവും തമിഴ്നാടും ഒഴികെയുള്ള ഇന്ത്യ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ കാരണമുണ്ട്, നമുക്കതിന് സേഫ് അല്ല, വൃത്തിയില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കശ്മീർ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. സോ കട ആണെങ്കിലും ലക്ഷങ്ങളായാലും മറ്റൊരു ഏഷ്യൻ കൺട്രി ട്രിപ്പാണ് സേഫ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നത് യാത്രകളെ തന്നെയാണോ ശരിക്കും, അതോ സന്തോഷവും ആഡംബരവും സംതൃപ്തിയും കോപ്പി അടിച്ച് നേടാൻ വേണ്ടി പോകുന്നതാണോ എന്നുള്ളതൊന്നും ആലോചിക്കുക. അപ്പോൾ അതുപോലെ ഇന്നും ഒരു കഥയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങളിൽ ചില ആളുകളുടെ ലൈഫിൽ നിന്ന് ഞാൻ കോപ്പി അടിച്ച കഥയാണ്. ടീന, ടോം, രണ്ടാളുകളെയാണ് നമ്മൾ ഇന്ന് കഥാപാത്രങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും തിരക്കേറിയ ബാംഗ്ലൂർ നഗരത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ യുവ ദമ്പതികളാണ്. ടോം ഒരു ഡാറ്റ അനലിസ്റ്റ് ആണ്, ടീന ഗ്രാഫിക് ഡിസൈനറും. രണ്ടുപേരുടെയും കൂടെ മാസ വരുമാനം ഏകദേശം 1 ലക്ഷം രൂപ വരും. 25,000 രൂപ വാടക കൊടുത്ത് 20,000 രൂപ വീട്ടിൽ ചെലവാക്കി കാറിന് ഒരു 15,000 രൂപ മുടക്കി അല്പം സമ്പാദിച്ച് സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളായിരുന്നു 6 മാസം മുന്നേ വരെ ഇവർ. സോഷ്യൽ മീഡിയ അൽഗോരിതം അവരെ കണ്ടെത്തുന്നത് വരെ അവരുടെ ഇതൊരു സാധാരണ ജീവിതമായിരുന്നു. സംഭവത്തിന്റെ തുടക്കം വളരെ നിഷ്കളങ്കമായിരുന്നു. മഴയുള്ള ഒരു വൈകുന്നേരം കടുത്ത ജോലി ഭാരം ചുമന്ന് ട്രാഫിക്കിലൊക്കെ പെട്ട് വലഞ്ഞു വന്ന ടോം ഇൻസ്റ്റഗ്രാം പതിവ് പോലെ തന്നെ തുറന്നു. തന്റെ പ്രിയ ഇൻഫ്ലുവൻസർ വിയറ്റ്നാമിൽ ഹണിമൂൺ ആഘോഷിക്കുന്ന ഫോട്ടോസ് കണ്ടു. ആ പോസ്റ്റ് ലൈക്ക് ചെയ്തത് മാത്രം ഓർമ്മയുള്ളൂ. പിന്നീട് ഇൻസ്റ്റഗ്രാം ഫീഡ് നിറയെ യാത്രാ വീഡിയോകളായിരുന്നു. എന്തുകൊണ്ടാണ് വിയറ്റ്നാം അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ ഏഷ്യ ഇപ്പോൾ കത്തി നിൽക്കുന്നത്? അതിനുള്ള പ്രധാന കാരണം മറ്റുള്ള ഫോറിൻ ട്രിപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചിലവ് വളരെ കുറവാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. കൂടാതെ ഇക്കാലം വരെ നമ്മുടെ നാട്ടിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, വിദേശ യാത്രകൾ നടത്തുന്ന ആളുകൾ, ഈ ലെഷർ ട്രിപ്പുകൾ വിദേശത്തേക്ക് നടത്തുന്ന ആളുകൾ പണക്കാരാണ്, പണം മിച്ചമുള്ള ആളുകളാണ്, ജീവിതം ആഘോഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു കാറ് വാങ്ങാതെ, ലക്ഷറി കാറ് വാങ്ങാതെ, ഒരു വലിയ വീട് വെക്കാതൊക്കെ നാട്ടുകാരെ പണക്കാരനാണ് എന്ന് കാണിക്കാനായിട്ടുള്ള മികച്ച മാർഗ്ഗമായിട്ട് ചില ആളുകൾ ഫോറിൻ ട്രിപ്പുകളെ കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് ചില ആളുകൾ ബിസിനസ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്പോർട്ട് ബിസിനസ്സിലൊക്കെ ആളുകളെ തട്ടിപ്പിന് ഇരയാക്കാനായിട്ട് നടത്തുന്ന ചില ആളുകളൊക്കെ ഫോറിൻ ട്രിപ്പുകൾ നടത്തി അവിടെ നിന്നൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ വലിയ തുകകൾ ആളുകളുടെ അടുത്തുനിന്ന് പറ്റിച്ച് നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഫ്ലൈറ്റിൽ നിന്നിട്ടും എയർപോർട്ടിൽ നിന്നിട്ടും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ റീലുകൾ ഇട്ട് ആളുകളെ പറ്റിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറ്റിക്കപ്പെടുന്നത്? വിദേശ യാത്ര നടത്തുന്ന, വിദേശത്ത് നിന്ന് കാര്യങ്ങൾ പറയുന്ന അയാൾ വലിയ കാശുകാരൻ തന്നെ. അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണക്കാരനും അങ്ങനെ താൻ സക്സസ്ഫുൾ ആണ് എന്ന് ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് കാണിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നും. അതെന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഫോറിൻ ട്രിപ്പ് നടത്തുന്ന ആളുകൾ സക്സസ്ഫുൾ ആണ് എന്നൊക്കെ ഒരു കാലം വരെ തോന്നിക്കൊണ്ടിരുന്നത്? അന്ന് വരെ ആരും ഉല്ലാസയാത്രകൾ കടം വാങ്ങി നടത്താറുണ്ടായിരുന്നില്ല. ഇന്നാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേഴ്സണൽ ലോണിൽ നിന്നിട്ടുമൊക്കെ പണം സംഘടിപ്പിച്ചിട്ട് ആളുകൾ യാത്രകൾ ചെയ്യാനാണ് തുടങ്ങിയത്. ടീനയുടെയും ടോമിൻ്റെയും കഥയുടെ തുടക്കം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കേട്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡേഞ്ചർ ആണ് എന്ന് തോന്നി. യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്ന ആഡംബരങ്ങളെക്കാൾ വലുതാണ്. വിദേശ യാത്രകൾക്കായി ലോൺ എടുക്കുന്നതിന് പകരം നമ്മുടെ കൈവശമുള്ള പണം ബുദ്ധിപൂർവ്വം വളർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഷൂന്യ നിർദ്ദേശിക്കുന്നത്. ലളിതവും തടസ്സരഹിതവുമായ നിക്ഷേപ അനുഭവങ്ങൾ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ആധുനിക ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ് ഷൂന്യ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നിരക്കുകളാണ്. ഇക്വിറ്റി ഡെലിവറി, മ്യൂച്വൽ ഫണ്ടുകൾ, IPO എന്നിവയിലെല്ലാം ബ്രോക്കറേജ് 0 ആണ്. അതായത് നിങ്ങൾ ദീർഘകാല നിക്ഷേപത്തിനായി ഓഹരികൾ വാങ്ങുമ്പോൾ ബ്രോക്കറേജ് ചാർജുകളെ കുറിച്ചിട്ട് നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. ഇനി നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ ഓർഡറിനും വെറും 5 രൂപ മുതൽ മാത്രമാണ് ബ്രോക്കറേജ് ആരംഭിക്കുന്നത്. ഇത് ഹൈലി കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ആണ്. കൂടാതെ ഈ പ്ലാറ്റ്ഫോമിന് വളരെ ക്ലീൻ ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണുള്ളത്. ഇത് ഉപയോഗിക്കാൻ ഏതൊരു തുടക്കക്കാരനും വളരെ ഈസിയാണ്. നിങ്ങൾ ഓഹരി വിപണിയിലേക്ക് പുതുതായി വരുന്ന ഒരാളാണെങ്കിലും അതല്ല ഇതിനകം തന്നെ വിപണിയിൽ സജീവമായ ഒരാളാണെങ്കിലും ഈ ആപ്പ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തോന്നും. ഇനി നിങ്ങൾക്ക് മികച്ചൊരു ട്രേഡിംഗ് അവസരം ലഭിക്കുകയും എന്നാൽ നിക്ഷേപിക്കാൻ ആവശ്യമായിട്ടുള്ള പണം കയ്യിലില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ചിന്തിക്കൂ. അത്തരമൊരു സന്ദർഭത്തിൽ ഷൂന്യയുടെ MTF മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഉദാഹരണത്തിന് നിങ്ങളുടെ കൈവശം 1 ലക്ഷം രൂപ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഷൂന്യയുടെ MTF ഫീച്ചർ വഴി നിങ്ങൾക്ക് അധികമായിട്ട് 1 ലക്ഷം രൂപ കൂടി ഫണ്ടിങ് ലഭിക്കും. അതായത് മൊത്തം 2 ലക്ഷം വരെയുള്ള ഓഹരികൾ വാങ്ങി ഹോൾഡ് ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. ഓഹരി വില വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഓഹരികൾ വിറ്റ് ലാഭം നേടാവുന്നതാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഷൂന്യയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ നിക്ഷേപ യാത്ര ആരംഭിക്കുക. ഇന്ന് ഇന്ത്യക്കാർ എടുക്കുന്ന വ്യക്തിഗത വായ്പകളിൽ 27% യാത്രയ്ക്കുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാവോ? വിവാഹവും മെഡിക്കലും വിദ്യാഭ്യാസവും ഒന്നും ഇതിന്റെ 7 അയലത്ത് വരുന്നില്ല. ഐഫോൺ ലോൺ, അൺസെക്യൂർഡ് ലോൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ അൺസെക്യൂർഡ് ലോൺ വിദേശയാത്രകൾക്ക് വേണ്ടിയാണ് ആളുകൾ എടുക്കുന്നത്. കഥയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ടോം അങ്ങനെ ഫീഡിൽ വന്ന മനോഹരമായിട്ടുള്ള ട്രാവൽ വീഡിയോസ് കണ്ടു തുടങ്ങി.
പിന്നീട് ഇൻസ്റ്റഗ്രാം മുഴുവൻ ആകർഷകമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ലൈറ്റ്സ്, കഫേസ്, ഗ്ലോബൽ ട്രാവലർ ടാഗ്, ചില ആളുകളുടെ പാസ്പോർട്ടിലെ ഇങ്ങനെ വരിവരിയായിട്ട് വെച്ചിരിക്കുന്ന സീലുകൾ. നാട്ടിലെല്ലാ ആളുകളും ആഘോഷിക്കുകയാണ്. ടോം ഇങ്ങനെ ഓർത്തു, ഒരു ഹണിമൂൺ യാത്ര പോലും മര്യാദയ്ക്ക് പോവാത്ത 2 ജന്മങ്ങളായി പോയല്ലോ ഞാനും എൻ്റെ ഭാര്യയും. ഇവിടെ വീക്കെൻഡ് വരാൻ കൊതി തീരെ കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്ന 2 ജന്മങ്ങൾ. ഇത് ഇവരുടെ മാത്രം ചിന്തയാണോ? അല്ല, നമ്മളിൽ പല ആളുകളും ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സാമ്പത്തിക പഠനങ്ങൾ കാണിക്കുന്നത് യുവാക്കൾ, പ്രത്യേകിച്ച് ജെൻസിയും മില്ലേനിയൽസും യാത്രാ വിപണിയെ വൻതോതിൽ വളർത്തുകയാണ്. ക്രിയേറ്റർമാർ പ്രചരിപ്പിക്കുന്ന സന്ദേശം ഇതാണ്, ഇൻഫ്ലുവൻസർമാർ പറയുന്ന ഇതാണ്: വലിയ ബാങ്ക് ബാലൻസിനായിട്ട് കാത്തിരിക്കരുത്, നിങ്ങൾക്കൊരു ആഭ്യന്തര യാത്രയേക്കാൾ കുറഞ്ഞ ചെലവിൽ വിദേശത്തേക്ക് പറക്കാം. അൽഗരിതത്തിന്റെ കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സംഭവം ഒരേ വൈഫൈയിൽ കാണിക്കും. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം യാത്ര പോകാനായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. സ്വാഭാവികമായിട്ട് നമ്മുടെ കഥയിലെ ടീനയും നെടുവീർപ്പിട്ട് തുടങ്ങി. ടോം, ഇത് നോക്കൂ, അവളുണ്ടല്ലോ നമ്മുടെ ഇൻഫ്ലുവൻസർ അനന്യ, അവൾ ഡാനാങ്കിലേക്ക് ഹാനോയിലേക്കൊക്കെ പോയി. നമ്മൾ മൂന്നാറിലേക്ക് പോയതിനേക്കാൾ ചെലവ് കുറവാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടു. ആ കഫേകളൊക്കെ ഒന്ന് നോക്കിക്കേ. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു യാത്ര ചെയ്തിട്ടില്ല. എല്ലാ ആൾക്കാരും യാത്രകൾ ചെയ്യുകയാണ്. നമ്മൾ എന്താണ് ഈ ചെയ്യുന്നത്? ജോലിയും ബില്ല് കൊടുക്കലും മാത്രം. വിവാഹത്തിന് മുന്നേ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു എനിക്ക് തന്നത്? ഭാര്യമാരുടെ സ്ഥിരം നമ്പറാണ്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നിങ്ങൾ എന്നെ തീരെ ശ്രദ്ധിക്കുന്നേ ഇല്ല. നാട്ടിലെ അമ്മമാരെ പോലെ പിള്ളേരെയും കെട്ടിച്ചുമെന്ന് നടക്കുന്ന കാലത്താകും നിങ്ങൾ എന്നെ ഹണിമൂൺ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ജീവിച്ച് എനിക്ക് മടുത്തു. ടോം പറഞ്ഞു, ശരിയാണ്, പക്ഷെ അന്താരാഷ്ട്ര വിമാന ടിക്കറ്റും വിസയും ഹോട്ടലും ഒക്കെ വലിയ ചിലവല്ലേ? ടീന അപ്പോൾ ഇങ്ങനെ കോൺഫിഡൻസ് കൊടുത്തു. ഇല്ല, ക്യാപ്ഷൻ നോക്കൂ, ഇൻഫ്ലുവൻസർ അനന്യ 0 കോസ്റ്റ് EMI ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിച്ചത്. ഒരു സെൽഫിയും പാൻ നമ്പറും കൊടുത്താൽ തൽക്ഷണം ലോൺ കിട്ടുന്ന ഫിൻടെക് ആപ്പുകളും ഉണ്ട് എന്ന് അവൾ പറഞ്ഞു. നമ്മൾ വായിച്ച ആ ഒരു സ്റ്റാറ്റസ് ഓർക്കുന്നില്ലേ? ഇന്ത്യയിലെ എല്ലാ വ്യക്തിഗത വായ്പകളുടെയും 4/1 യാത്രക്കായി മാത്രമാണ്. എവിടെ കിടക്കുന്നത്? അവരതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതിനർത്ഥം എല്ലാ ആൾക്കാരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്താൽ, ടീന പറയുകയാണ്, 2 ലക്ഷം രൂപ ഈ ആഡംബര യാത്രാ അനുഭവത്തിന് ധാരാളമാണ്. വരൂ ടോം, നമുക്കിത് അർഹതപ്പെട്ടതാണ്. മാനിഫെസ്റ്റേഷൻ്റെ ആൾക്കാരാണല്ലോ നമ്മളിൽ പുതിയ ആളുകളൊക്കെ. നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു. ഇവിടെ ടീന പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് പ്രോബ്ലം. പണ്ട് ലോണ്, കടം ഒരു നാണക്കേടായിരുന്നെങ്കിൽ, തിരിച്ചടവിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ആരും എടുക്കാത്ത ഒന്നായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്നത് ഒരു പേടിയും ആർക്കും കൊടുക്കാത്ത ഒരു സാധാരണ സംഭവമായിട്ട് മാറി. വലിയ ജോബ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ നമ്മളിൽ പല ആളുകളും കോൺഫിഡൻ്റ് ആയിട്ട് ലോൺ എടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ആളുകൾ ഓരോ കാര്യങ്ങൾ വാങ്ങുന്നു, യാത്രകൾ ചെയ്യുന്നു, പണം മുടക്കുന്നു. പക്ഷെ അത് കടം വാങ്ങിയിട്ടാണോ എന്നുള്ളത് അവരാരും പറയുന്നില്ല. ഈ കടം തിരിച്ചടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യത്തെക്കുറിച്ചിട്ടും അവർ പറയുന്നില്ല. അവരെപ്പോഴും ഹാപ്പി ആയതുകൊണ്ട് അവരതെല്ലാം നന്നായിട്ട് സന്തോഷകരമായിട്ട് മാനേജ് ചെയ്യുന്നു എന്നൊരു അർത്ഥമില്ല കേട്ടോ. ആരും കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് വന്ന് വീഡിയോ ഇടാറില്ല, എനിക്ക് ലോൺ അടവ് മുടങ്ങി, എൻ്റെ പൈസ ഇല്ല, ഞാൻ കഷ്ടപ്പാടിലാണ്, അനാവശ്യമായിട്ടുള്ള ഒത്തിരിയധികം പർച്ചേസുകൾ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടുപോയത് എന്ന് ആരെങ്കിലും വന്ന് പറയാറുണ്ടോ? അതൊന്നും ആരും പറയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് എല്ലാ ആൾക്കാരും ഇതൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യുകയാണ്. എല്ലാ ആൾക്കാരും ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കുഴപ്പം മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെയല്ല, പല ആളുകളും വളരെ മോശമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെയാണ് മറ്റുള്ള ആളുകളെ വല്ലാതെ ഈ ആഡംബരത്തിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ഹാനോയിലെ ഒരു മട്ടുപ്പാവ് കഫേയിൽ പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഒരു സ്ഥലത്ത് ഒക്കെ ഇരിക്കുന്ന ചില ആളുകളെ നിങ്ങൾ കാണും. ക്യാമറയ്ക്ക് മുൻപിൽ വളരെ ആഴത്തിലുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് പോലെ അവർ അഭിനയിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ സിനിമാറ്റിക് ഫിൽട്ടറൊക്കെ ഉണ്ടാവും. താഴെ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ടാകും: ജീവിതം വളരെ ചെറുതാണ്, ഓരോ നിമിഷവും ആസ്വദിക്കുക. വസ്തുക്കളെല്ലാം നിമിഷങ്ങളെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത്. തൊട്ടടിയിൽ ഒരു കമന്റ് ഉണ്ടാവും: ബ്രോ ഇതിന് എത്ര രൂപ ചെലവായി? താഴെ ക്രിയേറ്ററുടെ മറുപടി ഉണ്ടാകും: വെറും 40,000 രൂപയുള്ളൂ ബ്രോ, ഫുൾ ബഡ്ജറ്റ് ട്രിപ്പാണ്. ഇത് വളരെ എളുപ്പമുള്ളതായിട്ട് നമുക്ക് കാണുന്ന സമയത്ത് തോന്നും. എന്നാൽ ആ 15 സെക്കൻഡ് റീലിന് പിന്നിൽ ക്രൂരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്: ഉയർന്ന പലിശയും കാണാനാവാത്ത സാമ്പത്തിക കെണികളും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ട്രാവൽ ഫോമോ എന്ന ഇക്കാലത്തെ കടുത്ത ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചിട്ടാണ്. ചെറിയ ശമ്പളം വാങ്ങുന്ന ഒരു തലമുറ ഡിജിറ്റൽ ലോണുകൾ എടുത്തും ക്രെഡിറ്റ് കാർഡുകൾ തേച്ച് തീർത്തും 2 ലക്ഷം വരെയൊക്കെ ട്രാവൽ ലോൺ കെണിയിൽ ചെന്ന് ചാടുകയാണ്. ഭൂരിപക്ഷം ആളുകളും അപരിചിതരായിട്ടുള്ള ചില ആളുകളുടെ മുൻപിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു അവധിക്കാല വിദേശ ഉല്ലാസയാത്രയെ കുറിച്ചിട്ട് മാത്രമല്ല, ഇതിന്റെ പിന്നിലെ മാനസിക അവസ്ഥയെക്കുറിച്ചിട്ടും ഇൻഫ്ലുവൻസർമാർ നയിക്കുന്ന മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും ഈ കാണിച്ചുകൂട്ടലിന്റെ സംസ്കാരത്തെക്കുറിച്ചിട്ടുമൊക്കെയാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധാരണക്കാരായിട്ടുള്ള ടീനയുടെയും ടോമിൻ്റെയും കഥ ഞാൻ വീണ്ടും പറഞ്ഞങ്ങ് തുടങ്ങാം. വിയറ്റ്നാമിലേക്ക് ഒരു ബഡ്ജറ്റ് യാത്ര എങ്ങനെയാണ് അവരുടെ 6 മാസത്തെ
ജീവിതം തകിടം മറിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഫോമോയും മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറിയൊക്കെ പ്രാവർത്തികമാവുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. മുൻ തലമുറ ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് മുൻഗണന നൽകിയപ്പോൾ ഉയർന്ന GDP ഉള്ള വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ വളർന്ന പുതിയ തലമുറ സ്വന്തം സെൽഫിനും അനുഭവങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയോടുള്ള ചരിത്രപരമായിട്ടുള്ള താല്പര്യം കൊണ്ടല്ല നമ്മുടെ പ്രിയപ്പെട്ട ടോം വിയറ്റ്നാമിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്. ടോമിന്റെ കേസിൽ ഓൺലൈനിൽ സുഹൃത്തുക്കളുടെ ആഡംബര ജീവിതം കണ്ട് താൻ പിന്നിലായി പോയോ എന്നുള്ളൊരു അപകർഷതാബോധം കൊണ്ടാണ് ടോം ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. മോശമല്ലാത്ത ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഇൻസ്റ്റഗ്രാമിലെ ഡിജിറ്റൽ പ്രമുഖർക്ക് മുൻപിൽ താൻ പരാജയമാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ട് ഈ കാലത്ത്. ടോമിന്റെ കേസിൽ വെറും 48 മണിക്കൂറിനുള്ളിൽ അവന്റെ യുക്തി പിന്നിലേക്ക് പോയി. സ്മാർട്ട് ഫോൺ ആപ്പിൽ 3 ക്ലിക്കുകളിലൂടെ ഡിജിറ്റൽ ലോൺ പാസ്സാക്കി എടുത്തു. അവരപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പാക്ക് ചെയ്തു. അവരൊരു അവധിക്കാലമല്ല വാങ്ങിയത്, മറിച്ച് അപകർഷതാ ബോധത്തിൽ നിന്നുള്ള ഒരു താൽക്കാലിക രക്ഷയാണ്. ടീനയും ടോമും വിയറ്റ്നാമിൽ കാല് കുത്തിയ സമയത്ത് തന്നെ അവർക്ക് പെട്ടെന്ന് നല്ല സന്തോഷം കിട്ടി. ഹാനോയിലെ തെരുവുകൾ സജീവമായിരുന്നു. ഐസ് കോഫി മികച്ചതായിരുന്നു. ഫോട്ടോകൾ എടുക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയും ആദ്യത്തെ 48 മണിക്കൂർ അവർ രാജാക്കന്മാരെ പോലെയാണ് ജീവിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം പെട്ടെന്ന് തിരിച്ചടിക്കും. സാമ്പത്തിക വിദഗ്ധർ ഉപഭോഗ വായ്പകൾ, കൺസപ്ഷൻ ലോൺസ് എന്ന് വിളിക്കുന്നവയുടെ രൂപത്തിൽ വീടോ ബിസിനസ്സോ പോലെ അല്ലാത്ത സമ്പദ് വ്യവസ്ഥയിൽ യാതൊരു ഉൽപാദനക്ഷമതയും സൃഷ്ടിക്കാത്ത വായ്പകളുണ്ട്. ആ ഒരു വായ്പകളാണ് പലപ്പോഴും ഈ ബഡ്ജറ്റ് ഇന്റർനാഷണൽ ട്രിപ്പുകൾക്ക് വേണ്ടി ആളുകൾ എടുക്കുന്നത്. ടീനയും ടോമും തെരഞ്ഞെടുത്ത ബഡ്ജറ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നില്ല. ആദ്യം തന്നെ അവർക്ക് അബദ്ധം പറ്റിയത് ഈ ചീപ്പ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അവർ ശ്രദ്ധിക്കാത്ത ഒരു രീതിയിലായിരുന്നു. വിമാനക്കൂലി കുറവായിരുന്നു, എന്നാൽ ലഗേജ് വെയിറ്റ് അപ്ഗ്രേഡ്, സീറ്റ് സെലക്ഷൻ, ചാർജ് ഫീസ് എന്നിവ അതിൽ പറഞ്ഞിരുന്നില്ല. അതെല്ലാം എക്സ്ട്രാ ആയിരുന്നു. പിന്നെ ഫോറക്സ് കെണിയെ കുറിച്ചിട്ട് അവർ ചിന്തിച്ചില്ല. കറൻസി കൺവേർഷൻ ഫീസും ക്രെഡിറ്റ് കാർഡിലെ അന്താരാഷ്ട്ര ഇടപാട് നിരക്കുകളും അവരുടെ 10,000 ചോർത്തിക്കളഞ്ഞു. ഇതൊന്നും അല്ലാത്ത അവരെ ഞെട്ടിച്ച മറ്റൊരു ചെലവുണ്ടായിരുന്നു, എസ്തെറ്റിക് ടാക്സ് എന്ന് വിളിക്കാൻ വരുന്ന ഒരു സംഗതി. ഓൺലൈനിൽ കണ്ട അതേ ചിത്രങ്ങൾ ലഭിക്കാൻ അവർക്ക് ബൊട്ടീക് കഫേകൾ സന്ദർശിക്കേണ്ടി വന്നു. എൻട്രി ഫീസ് ചിലയിടത്ത് നൽകേണ്ടി വന്നു. ഫോട്ടോഗ്രാഫർമാരെ ഹയർ ചെയ്യേണ്ടി വന്നു. വിയറ്റ്നാമിലെ ഒരു പ്രമുഖ അത്താഴത്തിന് മാത്രം നമ്മുടെ ടീനയ്ക്കും ടോമിന് 4,500 രൂപയൊക്കെ ചെലവായി. ഈ 4,500 രൂപ അത്താഴം ചെറിയ രീതിയിൽ ടീനെ ഒന്ന് ചിന്തിപ്പിച്ചു. പക്ഷെ ടോം പറഞ്ഞു, സാരമില്ല, ഇത് അവധിക്കാലമാണ്, മൂഡ് കളയരുത്, നമ്മൾ ഏതായാലും വന്നു, തിരിച്ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം നോക്കാം. ടീന വീണ്ടും ഓർമ്മിപ്പിച്ചു, ബേബി, നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് 50,000 രൂപ ഇതിനകം തന്നെ കൂടിയിട്ടുണ്ട്. 3 ദിവസം കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വീണ്ടും ഓരോ ഫീസുകൾ ഇങ്ങനെ ഫൊറക്സ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇതാണ് സങ്ക് കോസ്റ്റ് ഫാലസിയുടെയും ഹെഡോണിക് അഡാപ്റ്റേഷൻ്റെയും മാനസിക കണി. 2 വേർഡുകൾ ഇത്തിരി പുതിയതായിരിക്കും. വീട്ടിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ ആഡംബരത്തിന് നടുവിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വരുമാനത്തെക്കുറിച്ചിട്ട് തിരിച്ചു ചെന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് പലപ്പോഴും നിർത്തും. കാരണം ചിലവ് നിർത്തുക എന്നാൽ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഫിൻടെക് ഡാറ്റ കാണിക്കുന്നത് പോലെ ചെറിയ വായ്പകളും ബൈ നൗ പേ ലേറ്റർ ആപ്പുകളും ചെലവഴിക്കൽ വളരെ എളുപ്പമാക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫിസിക്കലായിട്ട് പണം പോകാത്തതുകൊണ്ട്, സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് അടക്കം പോകാത്തതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടബോധം തോന്നില്ല. നിങ്ങൾ ക്രെഡിറ്റ് കാർഡാണല്ലോ ഉരയ്ക്കുന്നത്. 3000 ഫോട്ടോകളുമായിട്ടാണ് അവർ തിരിച്ചെത്തിയത്. ബാങ്ക് അക്കൗണ്ടിൽ പണമില്ല, ഒപ്പം 24% പലിശ നിരക്കിൽ 2 ലക്ഷം രൂപയുടെ ഡിജിറ്റൽ വ്യക്തിഗത വായ്പയും പേഴ്സണൽ ലോണും ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ബോറടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാണിക്കുന്ന റീലുകളുടെ പിന്നിലെ കഷ്ടപ്പാടുകളൊക്കെ നേരിട്ട് ബോധ്യമായിട്ടുണ്ട്. ചിലർക്ക് റീൽ എടുക്കാനായിട്ട് മണിക്കൂറുകൾ ഊഴം കാത്ത് നിന്നതൊക്കെ ടോമും ടീനെ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും. ഇനി കടം വീട്ടണമല്ലോ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവർ പെട്ടെന്നെത്തി. മടക്കയാത്ര എപ്പോഴും വളരെ എളുപ്പമാണല്ലോ. വിമാനത്താവളത്തിൽ പെട്ടെന്ന് എത്തി, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ എക്സ്പയർഡ് ആയി, യാത്രകളുടെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുത്ത മാസം 5-ാം തീയതിയാണ് യഥാർത്ഥ ദുരിതം അങ്ങോട്ട് തുടങ്ങിയത്. ഓട്ടോമാറ്റിക് SMS എത്തുകയാണ്, പ്രിയ ഉപഭോക്താവേ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 18,500 രൂപ EMI വിജയകരമായിട്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഡിജിറ്റൽ കടക്കണിയിൽപ്പെട്ട നഗരത്തിലെ യുവാക്കളുടെ യഥാർത്ഥ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ അടുത്ത 6 മാസം ടീനയ്ക്കും ടോമിനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. മാസം 1, ഹാങ് ഓവർ ആൻഡ് ആദ്യത്തെ മുടങ്ങിയ തിരിച്ചടവ്. 2-ാം ആഴ്ചയോടെ ഓർമ്മകളുടെ മാതിരിയൊക്കെ മൊത്തത്തിൽ തീർന്നു. ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നു. ലോൺ EMI മാത്രമല്ല, ചെറിയ ചിലവുകൾക്കായിട്ട് അവർ സ്വൈപ്പ് ചെയ്ത എമൗണ്ട് ഏകദേശം 10,000-70,000 രൂപ ഉണ്ടായിരുന്നു. പലചരക്ക് ബില്ലുകൾ അടയ്ക്കാനായിട്ട് ടോമിന്റെ സഹോദരന്റെ അടുത്ത് നിന്ന് വീണ്ടും 10,000 രൂപ കടം വാങ്ങേണ്ടി വന്നു. ക്രെഡിറ്റ് കാർഡിൽ ഒരു തവണ പണം അടയ്ക്കാനായിട്ട് വൈകിയ സമയത്ത് അവരുടെ ക്രെഡിറ്റ് സ്കോർ ഇടിയുകയും റിക്കവറി ഏജന്റുമാരുടെ കോളുകൾ വരാനായിട്ട് തുടങ്ങുകയും ചെയ്തു. കടബാധ്യതയ്ക്ക് മറ്റൊരു വശമുണ്ട്, അപമാനവും ഒറ്റപ്പെടലും. സുഹൃത്തുക്കൾ അവരെ ഡിന്നറിനൊക്കെ ഇപ്പോൾ വിളിക്കുന്ന സമയത്ത്, പാർട്ടിക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ടീനയും ടോമും ഇങ്ങനെ ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു തുടങ്ങി. അവരിങ്ങനെ പറഞ്ഞു, ഈ വീക്കെൻഡ് ഞങ്ങൾ തിരക്കാണ്, ശരീരത്തിന് അത്ര സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ചു. പഴയതുപോലെ ഒരു 600 രൂപയുടെ കോഫിയോ അല്ലെങ്കിൽ 1,500 രൂപയുടെ ഡിന്നറോ കഴിക്കാനായിട്ടുള്ള പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ രൂപയും കടം വീട്ടാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഉറക്കമില്ലായ്മയും ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയവും ടോമിനുണ്ടായി. അവധിക്കാലം അവരുടെ ക്ഷീണം മാറ്റുമെന്ന് കരുതിയെങ്കിലും അത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്കണ്ഠയാണ് സമ്മാനിച്ചത്. സാമ്പത്തിക സുരക്ഷിതത്വം പൂർണ്ണമായിട്ടും തകർന്നതിനാൽ ജോലി സ്ഥലത്ത്
ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള തീരുമാനം വൈകിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്തത്. റിസ്ക് എടുക്കാൻ വയ്യ, ജോലി പോയാലോ, ശമ്പളം ഒന്നും കൂട്ടി തരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് പോകാൻ 2 മാസം എടുത്ത പണി പാളും. ടോമിന്റെ ഈ മൗനം മാനേജ്മെന്റ് നല്ല രീതിയിൽ മുതലാക്കി. ഓഫീസിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വന്നപ്പോൾ അവൻ ഒന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. സാമ്പത്തിക അരക്ഷിതാവസ്ഥ തൊഴിൽപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾക്ക് ആ ഒരു ലോക്കാണ് എന്നുണ്ടെങ്കിലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് പോലും നടക്കത്തില്ല. ഒരു ഗുണവുമില്ലാത്ത, ഒരു വളർച്ചയും ലഭിക്കാത്ത ഇടങ്ങളിൽ കുടുങ്ങിപ്പോകേണ്ടി വരും. വിയറ്റ്നാമിൽ നിന്നും മടങ്ങി 6 മാസത്തിന് ശേഷം ഇൻസ്റ്റഗ്രാമിലെ റീലുകൾക്ക് ലൈക്കുകൾ കിട്ടുന്നത് നിന്നു. എന്നാൽ ലോണോ ഉയർന്ന പലിശയും ഫീസുകളും കാരണം 1.2 ലക്ഷം രൂപ ബാക്കി ഉണ്ടായിരുന്നു. കൂടാതെ അവരുടെ സിബിൽ സ്കോറും ആകെ മൊത്തത്തിൽ തകർന്നു. ഭാവിയിൽ അത്യാവശ്യങ്ങൾക്കായിട്ട് ലോൺ കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്റർനെറ്റിൽ ധനികനായിട്ട്, ഇൻസ്റ്റഗ്രാമിൽ ധനികനായിട്ട് നടക്കാനായിട്ട് എടുത്ത 7 ദിവസം അവർക്ക് സമ്മാനിച്ചത് 6 മാസത്തെ മാനസിക സമ്മർദ്ദവും സാമ്പത്തിക തകർച്ചയുമാണ്. വ്യക്തികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സിസ്റ്റം പരിശോധിക്കണം. എന്തുകൊണ്ടാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കൾ പോലും തലമുറകളായി ഈ കെണിയിൽ വീഴുന്നത്? 3 കോണുകളിൽ നിന്ന് നമുക്കിത് പരിശോധിക്കാം. സൈക്കോളജി ആൻഡ് സോഷ്യോളജി ഓഫ് ദിസ് ട്രാപ്പ്. ആദ്യം സൈക്കോളജി, ഇത് ഡോപ്പമിൻ ലൂപ്പ് ആൻഡ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ജനങ്ങൾ ദിവസവും ശരാശരി 5 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്കുകളിലൂടെയും കമന്റുകളിലൂടെയും നിങ്ങൾക്ക് ഡോപ്പമിൻ ലഭിക്കുന്നുണ്ട്. ഉയർന്ന സമ്മർദ്ദമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് സോഷ്യൽ മീഡിയ യഥാർത്ഥ നേട്ടങ്ങൾക്ക് പകരമാണ്. നിങ്ങൾ 20കളിൽ ഒരു വീടോ കാറോ വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ട്രാവൽ ലോൺ നിങ്ങൾക്ക് പാസ്സായി കിട്ടും. ഇത് ഉയർച്ചയുടെ തെറ്റായ മിഥ്യ ആളുകളിൽ സൃഷ്ടിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി രണ്ടാമത്തേത്, ഇത് സോഷ്യോളജി, പെർഫോമേറ്റീവ് സ്റ്റാറ്റസ് ആൻഡ് ദ ഡെത്ത് ഓഫ് കമ്മ്യൂണിറ്റി. ആധുനിക ഉപഭോഗ സംസ്കാരം വസ്തുക്കൾ വാങ്ങുന്നതിനെ കുറിച്ചിട്ടല്ല, സയൻസ് ആൻഡ് സിംബൽസ് വാങ്ങുന്നതിനെ കുറിച്ചാണ് എന്ന് ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ജീൻ ബോഡ്രിലാഡ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആക്ച്വലി സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന ഒന്നും വാങ്ങുന്നില്ല, കണ്ടുമറക്കുന്ന ഇൻസ്റ്റഗ്രാം മൊമെന്റ്സിന് വേണ്ടി കാശ് കളയുന്ന ഒരു പരിപാടി. നാളത്തെ ബർത്ത്ഡേയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു എക്സ്പെൻസീവ് സർപ്രൈസ് വേണമെന്ന് നമ്മളിൽ ചില ആളുകൾ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നുള്ളൊരു ചിന്തയില്ല. പരമ്പരാഗത സമൂഹങ്ങളിൽ പദവി എന്നത് കുടുംബ പാരമ്പര്യത്തിൽ നിന്നായിരുന്നു. ഇന്ന് നഗരങ്ങളിലെ ചെറു ബോക്സുകളിൽ സമൂഹം ഇങ്ങനെ തകർന്നതുകൊണ്ട് പദവി എന്നത് പ്രകടനപരമായിട്ട് മാറി. പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്നാണ് ബഹുമാനം പലർക്കും കിട്ടുന്നത്. നിങ്ങൾ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ യാത്ര നടന്നു എന്ന് പറയാനായിട്ട് പറ്റുമോ? യാത്ര എന്നത് ആത്മീയമായ ഒന്നിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കാനായിട്ടുള്ള മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ദ ടെക്നോളജി ട്രാപ്പ്, ഫ്രിക്ഷൻലെസ് ഫിൻടെക് ആൻഡ് ദ സാഷെ ലോൺ കൾച്ചർ. മുൻ തലമുറ ബാങ്ക് ബ്രാഞ്ചുകൾ സന്ദർശിച്ച് ആഴ്ചകളോളം കാത്തിരിക്കുന്നത് പോലെയല്ല ഇന്നത്തെ ഡിജിറ്റൽ ലെൻഡിംഗ് ബൂം. 3 ക്ലിക്കുകളിലൂടെ ഒരു സെൽഫിയോടെ അക്കൗണ്ടിൽ പണം എത്തും. ചെറിയ പ്രതിമാസ അടവുകളിൽ യഥാർത്ഥ ചെലവ് മറച്ചു വെച്ച് വായ്പക്കാർ മൈക്രോ ലോണുകൾ നൽകുന്നു. ഞാൻ യാത്രയ്ക്കെതിരൊന്നുമല്ല, ലോകം കാണുന്നതും പുതിയ സംസ്കാരങ്ങൾ അറിയുന്നതും വലിയ അനുഭവമാണ്. ഞാൻ ധാരാളം യാത്രകൾ ചെയ്യുന്ന ഒരാളുമാണ്, കുടുംബമായിട്ടും അല്ലാതെയൊക്കെ പോകാറുണ്ട്. ഇന്ത്യ ഇനിയും എത്രത്തോളം നമ്മൾ അറിയാനായിട്ട് കിടക്കുന്നു. അറിവുകളും അനുഭവങ്ങളും പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലഭിക്കുന്ന യാത്രകൾ ബാധ്യതകളാണ്. പ്രശ്നം യാത്രയല്ല, ഇൻഫ്ലുവൻസറോ ഡിജിറ്റൽ പരസ്യങ്ങളോ കേട്ടിട്ട് ഉടനെ വിദേശയാത്ര നടത്തുമ്പോൾ സ്വയം ചോദിക്കുക, അവരുടെ ബിസിനസ് മോഡൽ എന്താണ്? നിങ്ങൾക്കൊരു സ്വപ്നം വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ബിസിനസ് മോഡൽ. ക്രെഡിറ്റ് കാർഡ് ആപ്പുകളിൽ നിന്നും ലെൻഡിംഗ് ആപ്പുകളിൽ നിന്നും ബ്രാൻഡഡ് ഡീലുകൾ നേടുക എന്നതാണ് അവരുടെ ബിസിനസ് മോഡൽ. സാമ്പത്തിക സാക്ഷരതാ കണക്കുകൾ പ്രകാരം പലരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയാണ് സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ട് ആശ്രയിക്കുന്നത്. നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിനായിട്ട് സമ്പാദിക്കുക. ആദ്യം അടിയന്തര ഫണ്ട് ഉണ്ടാക്കുക, എമർജൻസി ഫണ്ട്. അവധിക്കാല യാത്രയ്ക്കായിട്ട് നിങ്ങൾ കടം വാങ്ങേണ്ടി വരുന്നെങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥ സമ്പത്ത് നിശബ്ദമാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും കടമില്ലായ്മയും ഉള്ള ഒരാൾ മാക്സ് ഔട്ട് ചെയ്ത ക്രെഡിറ്റ് കാർഡുമായിട്ട് ബിസിനസ് ക്ലാസ്സിൽ പറക്കുന്ന ഒരാളെക്കാൾ സമ്പന്നനാണ്. 5 ദിവസത്തെ മിഥ്യക്കായിട്ട് നിങ്ങളുടെ സമാധാനവും സമ്പാദ്യവും ഭാവിയിലെ സ്വാതന്ത്ര്യവും അൽഗരിതത്തിന് അടിയറവ് വെക്കരുത്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാർ പറയുന്ന സന്തോഷം തേടലുകൾക്ക് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന ആക്ച്വലായിട്ടുള്ള അവസ്ഥയുണ്ടോ എന്നുള്ളത് 2ഉം 3ഉം തവണ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് കടം വാങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡംബരങ്ങൾ, യാത്രകൾ, ഉല്ലാസയാത്രകൾ, ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഒരു ഗാഡ്ജറ്റിലേക്ക് ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഗാഡ്ജറ്റ് വാങ്ങുന്ന സംഭവങ്ങൾ, വരുമാനമില്ലാത്ത എന്ത് കാര്യത്തിനും നിങ്ങൾ പണം മുടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത്, ആലോചിക്കുന്ന സമയത്ത് അത് കടം വാങ്ങിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ട്രാപ്പാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാവട്ടെ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷൂന് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ന് തന്നെ നിങ്ങളുടെ നിക്ഷേപ യാത്ര ആരംഭിക്കൂ. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.